അത്രയധികം ഒരു ആത്മവിശ്വാസം ഈ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ അത് പ്രതിപക്ഷം കരുതലോടുകൂടി നേരിടേണ്ടതല്ലേ? തീർച്ചയായിട്ടും നികേഷ്, അതായത് ഈ ഫിസ്ക്കൽ ഫിഗേഴ്സ് പറയാനുള്ളൊരു വൈദഗ്ധ്യമുള്ള ആളാണല്ലോ CP ജോൺ. അദ്ദേഹം അത് പരാമർശിച്ചതിക്ക് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ധനക്കമ്മിയെക്കുറിച്ച്, സംസ്ഥാനങ്ങളുടെ ധനക്കമ്മിയെക്കുറിച്ച് വാചാലമായി കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ധനക്കമ്മി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഫിഗേഴ്സൊക്കെ ഇപ്പോൾ ജോൺ തന്നെ പരാമർശിച്ചു. ഞാൻ അതിലേക്ക് അത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പ്രധാനമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇടക്കാല ബജറ്റിന് മാക്രോ ഒരുപക്ഷെ ദേശീയ അടിസ്ഥാനത്തിലുള്ള പ്രാധാന്യം, അതുപോലെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പ്രാധാന്യം, ഈ രണ്ടും കൂടി പരിശോധിക്കുമ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഉദ്ഘോഷം എന്നതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പദ്ഘടനയെ സ്പർശിക്കാനോ പരിഗണിക്കാനോ ഉതകുന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശവും ഇടക്കാല ബജറ്റിലുണ്ടായില്ല. ഞാൻ ഒരുപാട് ഇടക്കാല ബജറ്റുകൾ കണ്ടിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഇടക്കാല ബജറ്റുകളിലൊക്കെ നയപരമായിട്ടുള്ള പല തീരുമാനങ്ങളും ഉണ്ടായിരുന്നു, നടപടികളുണ്ടായിരുന്നു. ഇടക്കാല ബജറ്റിന് പ്രത്യേകിച്ച് ഒരു പരിധിയോ പരിമിതിയോ ഇല്ല. ധനമന്ത്രിക്ക് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയ്ക്ക് അതിന് ഏത് തീരുമാനം കൈക്കൊള്ളാനുമുള്ള അധികാരമുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് അവർ വായിച്ചത്. ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, മുൻകാല വർഷങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിക്കേണ്ടത്. തൻ്റെ കഴിഞ്ഞ ബജറ്റ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായത്, പ്രായോഗികമായത്, അതിന് പകരം നിർമ്മലാ സീതാരാമൻ്റെ 1 മണിക്കൂറിൽ അല്പം താഴെ നിൽക്കുന്ന പ്രസംഗത്തിലുടനീളം UPA സർക്കാരിനെ, 2014 വരെയുള്ള സർക്കാരിനെയും 2014 ശേഷമുള്ള സർക്കാരിനെയും ഇങ്ങനെ 10 വർഷത്തെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ബജറ്റ് സ്പീച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല ഒരു ധവളപത്രം കൂടി ഇറക്കുമെന്ന് അവർ പറയുന്നുണ്ട്. ധവളപത്രം ഇറക്കട്ടെ. എന്നാൽ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന GDP ഗ്രോത്താണ്. ജോൺ ബ്രിട്ടാസ്, ഈ 10 വർഷത്തെ കാര്യം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് സാമ്പത്തികാവലോകന റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. 10 വർഷത്തെ സാമ്പത്തികമായി ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇതിനകം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു ഹാട്രിക് സർക്കാരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. നികേഷേ, ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഒരു ഈ മൈക്രോ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ മലയാളികൾ എന്ന നിലയിൽ കേരളം എന്താണ് പ്രതീക്ഷിച്ചത്, ആഗ്രഹിച്ചത്, നമുക്ക് കിട്ടിയതും കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ. ഞാനിപ്പോഴാണ് ഈ പറഞ്ഞ റെയിൽവേ ബജറ്റിലെ പിങ്ക് ബുക്ക് പരിശോധിച്ചത്. ആ പിങ്ക് ബുക്ക് പരിശോധിച്ചപ്പോൾ പുതിയ പാതകളുടെ കാര്യത്തിൽ, ഞാൻ സദേൺ റെയിൽവേൻ്റെ ഫിഗേഴ്സ് പരിശോധിച്ചപ്പോൾ പുതിയ പാതകളുടെ കാര്യത്തിൽ കേരളത്തിന് കിട്ടിയിരിക്കുന്നത് 0.27% ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട 3%, 4% അർഹതയ്ക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.27% ആണ്. അതും പ്രായോഗികമാകില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ശബരിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ലാപ്സായ 100 കോടി റേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഡബിളിങ്ങിൻ്റെ കാര്യത്തിലാണ് ഒരു മെച്ചപ്പെട്ട ഫിഗർ ഉള്ളത്. ഈ റെയിൽവേ മന്ത്രി പറഞ്ഞ കണക്ക് എവിടെയാണെന്ന് ഞാൻ തലകുത്തി നോക്കി. അദ്ദേഹം ഒരുപാട് പ്രസ്താവന നടത്തുന്നുണ്ട്. നികേഷേ, നിങ്ങൾ നോക്കുക, ഡബിളിങ്ങിന് വേണ്ടി സദേൺ റെയിൽവേയുടെ ഷെയർ 32.75, അതിൽ കേരളത്തിൻ്റെ ഷെയർ നോക്കുക 2.42 ആണ് നാഷണൽ അലോക്കേഷൻ്റെ ഷെയർ. പക്ഷേങ്കിൽ അതിൻ്റെ ഗുണം കേരളത്തിന് കിട്ടുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ, അത് തിരുവനന്തപുരം കന്യാകുമാരി പാതയ്ക്കാണ് അതിൻ്റെ ഗണ്യമായ സംഖ്യ പോകുന്നത്. ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് ബജറ്റിൽ പ്രഖ്യാപിച്ച നേമൻ ടെർമിനലിൽ പോലും ഇവിടെ പണം നൽകിയിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എത്രമാത്രം ഈ സിൽവർ ലൈൻ വന്ന സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച ഒരു സംഭവമുണ്ട്. എന്നറിയോ? ഷൊർണൂർ എറണാകുളം 3ാം പാത. എന്തായിരുന്നു പ്രചരണം! ഷൊർണൂർ എറണാകുളം 3ാം പാതയുടെ ചെലവ് എന്ന് പറയുന്നത് 1518 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം 25 ലക്ഷം രൂപ നീക്കിവെച്ചു. ഈ വർഷം ബജറ്റിൽ കാണുന്ന 5 കോടിയാണ്. ഈ കണക്കിൽ പോയാൽ നമ്മളും നമ്മുടെ സന്തതി പരമ്പരകളും മരിച്ച ശേഷം മാത്രമാണ് ആ പദ്ധതി യാഥാർത്ഥ്യമാകുക. കേരളത്തിൻ്റെ യാത്രാ ദുരിതത്തിന് പരിഹാരമാണ് ഇതെന്ന് പറഞ്ഞ് മാധ്യമങ്ങളും BJP നേതാക്കളും ഉദ്ഘോഷിച്ച ഒരു പദ്ധതിയുടെ സ്ഥിതിയാണ്. ഞാൻ പേഴ്സണലായിട്ട് ചെയ്സ് ചെയ്തൊരു പദ്ധതിയാണ് നേമൻ ടെർമിനൽ.
2019 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പീയൂഷ് ഗോയലിനെ കൊണ്ട് തറക്കല്ലിടിപ്പിച്ച ശേഷം ഇവർ സ്തംഭിപ്പിച്ച പദ്ധതി 117 കോടി രൂപയുടെ പദ്ധതി മാത്രമാണ്. അത് എവിടെയും കണ്ടോ? ഇനി നിങ്ങൾ കൊച്ചുവേലിയുടെ വികസനം നോക്കുക. കൊച്ചുവേലിയുടെ വികസനം ഈ കെ റെയിൽ പർസ്യൂ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നാണ് റെയിൽവേ മന്ത്രി പറയുന്നത്. ആ നിലയിലൊരു ഫീഡ്ബാക്ക് എങ്ങനെ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ലഭിച്ചു? 2844 റെയിൽവേ വികസനത്തിന് വേണ്ടി കേരളത്തിന് അനുവദിച്ചത് എന്ന് പറഞ്ഞ മന്ത്രിയാണ് പറയുന്നത് കെ റെയിൽ പർസ്യൂ ചെയ്യുമെന്ന് കരുതുന്നില്ല. യഥാർത്ഥത്തിൽ റെയിൽവേ മന്ത്രിക്ക് തന്നെ ആ ബജറ്റിൽ എന്താണെന്നുള്ള കാര്യം വ്യക്തമല്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്ന കാരണം ഞാൻ ഈ പിങ്ക് ബുക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ വേറെ ഏതെങ്കിലും കണക്കല്ല. അദ്ദേഹം ഏത് കണക്കാണ് പറയുന്നത്? ഏതെങ്കിലും തമിഴ്നാട്ടിലെ ഏതെങ്കിലും സ്റ്റേഷനിലോ മറ്റുള്ളവരൊക്കെ കൊണ്ടുവച്ചിട്ടുള്ള കണക്കാണോ കേരളത്തിലേക്ക് എടുത്തു വച്ചിരിക്കുന്നത്? ഈ രീതിയിൽ പോകുവാണെങ്കിൽ കേരളത്തിൽ ഒരു വികസനം ഉണ്ടാവില്ല. ഇനി പൊതുവായിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ 22 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകൾ പ്രഖ്യാപിച്ചു. ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃകയായ ഒരു സംസ്ഥാനമല്ലേ കേരളം? എത്ര കാലമായിട്ട് കേരളം ആവശ്യപ്പെടുന്നതാണ്. AMS പ്രഖ്യാപിച്ചില്ല. പിന്നെ ഞാൻ വീണ്ടും വിചാരിച്ചു CP ജോണെ, അതായത് ഇവർ ക്രൈസ്തവ വിഭാഗത്തിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ PC ജോർജിനെയൊക്കെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു റബ്ബറിനെങ്കിലും ഒരു ഇറക്കുമതി തിരിവിൽ ഒരു അല്പം മാറ്റം വരുത്തുമെന്ന്. അതുപോലും വരുത്തിയിട്ടില്ല. കേരളത്തിൻ്റെ ഒരാവശ്യവും ഇവർ അംഗീകരിച്ചിട്ടില്ല. ഇനി CP ജോൺ ഈ പറഞ്ഞ ആയുഷ്മാൻ ഭാരത് എന്നുള്ളൊരു സ്കീം ആശാ വർക്കർക്കും അംഗനവാടിക്കും കൂടെ വ്യാപിപ്പിച്ചു. അത് ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനകത്ത്. അത് കോസ്മെറ്റിക്കാണ്. അവരുടെ അലവൻസുകളിൽ എന്തെങ്കിലും ഒരു വർധനവ് വരുത്തിയിരുന്നെങ്കിൽ അത് സ്വാഗതാർഹമാകുമായിരുന്നു. അല്ലാതെ ഈ പറഞ്ഞ ആയുഷ്മാൻ ഭാരത് എന്നുള്ളൊരു ഇൻഷുറൻസ് സ്കീം അവർക്ക് കൊണ്ടുവന്നു എന്നുള്ളത് വലിയൊരു മികച്ച കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നികേഷ് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ ബജറ്റിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘോഷിച്ചൊരു കാര്യം ഈ പറഞ്ഞ വീടുകൾ നിർമ്മിച്ച് നൽകിയെന്നാണ്. ഞാനൊരു കണക്ക് പറയാം. അതായത് 2023-24 ഇവർ ബജറ്റിൽ വകകൊള്ളിച്ച തുക 79,590 കോടി രൂപയാണ്. ഇവർ ചെലവഴിച്ച എത്രയെന്നറിയോ? ബജറ്റ് റിവൈസ്ഡ് ബജറ്റിൽ 54,103 കോടി രൂപ മാത്രം. 25,000 കോടിയുടെ കുറവാണ് ഈ പാവങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി ഇവർ നീക്കിവെച്ചു എന്ന് പറഞ്ഞ തുകയിൽ വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അംബ്രല്ല സ്കീമുകളെ കുറിച്ച് പറഞ്ഞു. SC, ST, അതുപോലെ മറ്റ് ദുർബല വിഭാഗങ്ങൾ, മൈനോറിറ്റീസ്, അത് CP ജോൺ അതിൻ്റെ കണക്കുകൾ പറഞ്ഞു. വകയിരുത്തിയ തുക പോലും അവർ യഥാർത്ഥത്തിൽ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മൻരേഗയെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ വർഷം ചെലവഴിച്ച തുക മാത്രമാണ് ഇപ്പം ഇവർ വകകൊള്ളിച്ചിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ബജറ്റ് ഫിഗേഴ്സിന് ഒരു സാങ്ക്ടിറ്റി ഉണ്ടാകാത്തതിന്റെ കാരണം എന്താ അറിയോ? ഞാൻ ഈ ഫിഗേഴ്സ് മുഴുവൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. സംസാരിക്കുമ്പോൾ